കൊല്ലത്തെയല്ല ആ ചരിത്രം തിരുത്താൻ കൊയിലാണ്ടിയിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ജനങ്ങൾക്ക് വേണ്ടത് പറയാനും ചെയ്യാനും അവരാഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനും അതിന് നമ്മൾ നേതൃത്വം നൽകണമെന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചതും പദയാത്ര. ഇനിയിപ്പോ അടുത്ത ദിവസം വീണ്ടും പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? വീണ്ടും പരിപാടിയുണ്ട്. പിന്നെ ഈ റെസ്റ്റ് ഒന്നുമില്ല. രണ്ടിലൊരു തീരുമാനം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് ഇനി ഒരു അന്ത്യമുണ്ടാവുകയുള്ളൂ എന്ന് തീരുമാനിച്ചുറച്ച UDFന്റെ സഹപ്രവർത്തകരോട് ഞാനും സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. മൂക്കിന്റെ പാലത്തിന് ചെറിയ കേട് വന്നാലോ ഇച്ചിരി ചോര പോയാലോ പറയേണ്ടത് പറയാതിരിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാം അല്ലെ? ഓയ് എന്റെ പോരെയെന്നോ? അത് ശരി, ഞാൻ തന്നെ പോരെയെന്ന് ചോർന്നിട്ട് എത്രയായി? അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പൊ PM ശ്രീ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കലായ കാര്യങ്ങളെ കണ്ടാൽ CPMന്റെ ഒരു സാധാരണ പ്രവർത്തകന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ട് PM ശ്രീയെ എതിർക്കുന്നു എന്ന് വെച്ച് നമ്മുടെ റിയാസ് കേട്ട പോസ്റ്റിനകത്ത് 9 പോയിന്റ്, എത്ര പോയിന്റാണുള്ളത് നടേരി? എത്ര പോയിന്റ് അതിനകത്തുള്ള രജിഷൻ? 9 പോയിന്റ്. എന്തുകൊണ്ട് എതിർക്കുന്നു? തനീർ PM ശ്രീയെ എതിർക്കുന്നതിന്റെ 9 പോയിന്റാണ്. അതുപോലെ തന്നെ ദേശാഭിമാനി PM ശ്രീക്കെതിരെ നിരത്തിയ കഥകൾ എന്തൊക്കെയായിരുന്നു പോരാട്ടത്തിന്റെ കനവും വീര്യം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ആളുകൾ അവസാനം എനിക്ക് സങ്കടം തോന്നിയത് CPIയിലെ മന്ത്രിമാരെ സംബന്ധിച്ച് 22-ാം തീയതി ക്യാബിനറ്റ് കൂടുമ്പോഴും അവർ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് മുന്നണി ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ KMU ഉൾപ്പെടെ എന്ന് വെച്ചാൽ കേരള മുഖ്യമന്ത്രി, ഞാൻ ബഹുമാനത്തോടെ തന്നെ പറഞ്ഞ വേറെ ഒന്നുമല്ല, KMU ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറഞ്ഞു ശരി എന്നാ പിന്നെ അത് ചർച്ചയാവട്ടെ എന്ന് പറയുമ്പോ അണ്ണന്മാര് 16-ാം തീയതി തന്നെ ഇത് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതിന്റെ വിവരം പാവം CPIക്കാര് പിന്നെയാണ് അറിയുന്നത്. 22-ാം തീയതിയും ക്യാബിനറ്റിനകത്ത് ഇത് ഇപ്പൊ ചർച്ച ചെയ്യരുത്, മുന്നണി തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോ അതിന് കാത്തു നിൽക്കാതെ 16-ാം തീയതി ഒപ്പിട്ട് കൊടുത്തിട്ടും 22-ാം തീയതി ഇപ്പൊ ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ തലയാട്ടി സമ്മതിച്ചിട്ട് അവിടെ ഇരിക്കുന്ന വെച്ചാൽ ഇവരറിയാതെ ഈ കാര്യങ്ങളെ നടത്താൻ തീരുമാനിക്കാൻ അനുമതി കൊടുത്തിട്ട് അതിനെന്താ കാരണം? അതിന്റെ കുറച്ച് ദിവസം മുമ്പാണ് മൂപ്പര് അവിടെ പോയി 2 ആൾക്കാരെയും കണ്ടത്. അവിടെ പോയി അമിത്ഷായെയും കണ്ടു, നരേന്ദ്രമോദിയും കണ്ടു. അവര് പറഞ്ഞു, കേട്ടു, അനുസരിച്ചു. CPIയെ പോലും വിശ്വാസം ഒരു സാധാരണ CPMകാരൻ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനമെടുത്ത നേതൃത്വത്തിനെതിരെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവരുടെ പട്ടികയിൽ ചെങ്കൊടി ഏന്തുന്നവരുമുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ആർക്കെങ്കിലും മറിച്ച് പറയാൻ പറ്റുമോ? ഇനി അവർക്ക് ആർക്കെങ്കിലും മറിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റും? പാവാ ശിവകുട്ടിയൊക്കെ എന്തൊക്കെയാ പത്രസമ്മേളനം വിളിച്ച് പറയണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് വെച്ചിട്ട് പണ്ടൊരു കോമഡി മുദ്രാവാക്യം വിളിച്ച് പോകുന്ന സാധനമുണ്ടായിരുന്നു. അതുപോലെ പറയാൻ 4 ആ മന്ത്രി അടിയിൽ പറഞ്ഞ ഇച്ചിരി കടുപ്പമായി. 4 ആ ASFകാര് മറ്റന്മാരെ കൂടി ഇതിന്റെ കോലം കത്തിച്ചത് ശരിയായിട്ട് KSUക്കാര് കത്തിക്കുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ MSFകാര് കത്തിക്കുമ്പോൾ അത് എതിരായിട്ടാണെന്ന് വിചാരിക്കാം. അവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇന്ന് കോലം കത്തിച്ചപ്പോ ഇപ്പൊ പറയാം അത് ശരിയായില്ല, ഇപ്പൊ ഒപ്പിട്ടു, പിന്നെ കത്ത് കൊടുത്തു, ഇട്ടാ പിന്നെ പിന്മാറാൻ പറ്റുമോ, കൊടുത്താൽ പിന്നെ പിന്തിരിയാൻ പറ്റുമോ എന്നൊക്കെ അവരെന്നെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മൂപ്പരുടെ പോളിറ്റ് ബ്യൂറോ മൂപ്പരുടെ പോളിറ്റ് ബ്യൂറോ ഈ പറയുന്ന MA ബേബി എന്നല്ല, പാവം ഞെട്ടിക്കറിയിട്ട് പറയും എന്റെ പോലെ കണ്ടാർക്കടെ ഇതിന്റെ കൊണ്ടൊന്നും വലിയ കാര്യമില്ലാത്തത്. അവസാനം മറ്റാളും ബഹ്റൈനോ മസ്കറ്റിൽ നിൽക്കുന്നോ വന്നപ്പോഴാണ് പിന്നെ അതിനകത്തൊരു തീരുമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ തീരുമാനിച്ചത്. പക്ഷെ അവിടുന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാറ്റമില്ല. പോളിറ്റ് ബ്യൂറോ പറഞ്ഞാലും MA ബേബി പറഞ്ഞാലും പിന്നെയും വിലവെക്കില്ലെങ്കിലും മോഡി പറഞ്ഞാലും ഷാ പറഞ്ഞാലും പിണറായി വിജയന്റെ ഗവൺമെന്റിന് അതിനേക്കാൾ വലിയ വേദവാക്യമില്ല എന്നുള്ളത് എല്ലാവർക്കും പറയാം. അവരുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പൊ മോദിയാണ്, അവരുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പൊ ഷായാണ്. നിങ്ങൾ കാണുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പോട്ടെ. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വേറെന്താ അവർ പറഞ്ഞത്? വേറെന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ നിങ്ങൾ